ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും കൃപയാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പ്രാരം ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എബ്രായലേഖനം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് നമ്പർ 11 to 25, 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ആ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം കണ്ടു. നമ്മൾ കണ്ടത് ദി അൺഎൻഡിങ് പ്രീസ്റ്റ്ലി ഓർഡർ, അവസാനിക്കാത്തതായിരിക്കുന്ന നിലനിൽക്കുന്നതായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഓർഡർ, അതാണ് നമ്മൾ കണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് നമ്മൾ 2 വിധ ക്രമങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം, 2 അഹരോന്റെ ക്രമപ്രകാരം. ഈ 2 വിധ പുരോഹിതന്മാരെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് ദൈവം ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന മൽക്കിസദേക്കിന്റെ ക്രമം എന്ന് പറയുന്നത് അഹരോന്റെ ക്രമത്തെ പരിപൂർണമായിട്ട് ഉടച്ചിട്ടാണ് മൽക്കിസദേക്കിന് ക്രമം തുടങ്ങുവാനിടയായിത്തീർന്നത്. എന്ന് പറഞ്ഞാൽ അഹരോന്റെ ക്രമമല്ല ഇന്ന് നടക്കുന്നത്, പിന്നെയോ മൽക്കിസദേക്കിന്റെ ക്രമമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾക്ക് മനസ്സിലായി ദൈവം പഴയ നിയമത്തിൽ അഹരോനെ പുരോഹിതനാക്കുന്നതായ സമയത്ത് 3 പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് അഹരോനോട് അവന്റെ കുടുംബത്തോട് കൊടുത്തത്. ഒന്ന് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത്, അവൻ എന്ത് ചെയ്യരുത്, ശവത്തിന്റെ അടുക്കൽ അഥവാ മരിച്ചവരുടെ അടുക്കിലേക്ക് അവൻ കടന്നുപോയി തന്നെ താൻ അശുദ്ധമാക്കരുത്. 2 നമ്മൾ കണ്ടത്, 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 2 ഏതായിരുന്നു? തലമുടി പിച്ചി പറിക്കരുത്. 3 നമ്മൾ കണ്ടത് തന്റെ വസ്ത്രം കീറരുത്. ഈ 3 നിയമങ്ങളാണ് ദൈവം പുരോഹിതന് കൊടുത്തതെങ്കിലും നമ്മൾ മനസ്സിലാക്കിയത് ഈ 3 നിയമങ്ങളെയും ഉടയ്ക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഒന്ന് നമ്മൾ കണ്ടു, ഈ നിയമം കൊടുത്ത സമയത്ത് തന്നെ അഹരോന്റെ 2 മക്കൾ മരിച്ചതായ സമയത്ത് സമാഗമന കൂടാരത്തിന് അകത്ത് വെച്ച് മരിച്ചപ്പോൾ അവരും അതോടുകൂടെ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. 2 നമ്മൾ കണ്ടത് തലയെ തലമുടി പിച്ചിപ്പറിക്കരുതെന്നുള്ളതിന് പകരമായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ കണ്ടപ്പോൾ നമ്മൾ ഇപ്രകാരമാണ് കണ്ടത്, തലയെ മുറുകെ പിടിക്കാതിരിക്കുക. തലയെ മുറുകെ പിടിക്കാതിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു പുരോഹിതനെയാണ് നമ്മൾ രണ്ടാമതായിട്ട് കണ്ടത്. അതായിരുന്നു ഏലി പുരോഹിതൻ. ദൈവത്തെ എന്താണ് തലയെ മുറുകെ പിടിക്കാതിരിക്കുക നമ്മൾ മനസ്സിലാക്കി. തലയെന്ന് പറയുന്നത് ക്രിസ്തു, ദൈവം. ദൈവത്തെ മുറുകെ പിടിക്കാതെ, ദൈവത്തിന് ഹിതകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ മുൻപോട്ട് പോകുന്ന ഒരു പുരോഹിതൻ, ആ പുരോഹിതനായിട്ടാണ് നമ്മൾ ഏലിയെ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത്. 3ാമത്തേതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം വിധിക്കപ്പെടുന്നതിന് മുമ്പ് മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ 3 നിയമങ്ങൾ ഉടയ്ക്കുവാനായിട്ട് കാരണമായി തീർന്നപ്പോൾ അതോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷയെ അഥവാ അഹരോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷയെ ദൈവം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പകരം വേറൊരു പുരോഹിതം പൗരോഹിത്യ ക്രമമാണ് ഉടലെടുക്കുവാനായിട്ടിടയായിത്തീർന്നത്. അതോടുകൂടെ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, പഴയ നിയമത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇന്ന് പുതിയ നിയമത്തിലില്ല. ചില പ്രത്യേകമായിരിക്കുന്ന ആചാരങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഇപ്രകാരം പഠിക്കുകയുണ്ടായി. ഈ പ്രകാരമുള്ള ആചാരങ്ങൾ നമ്മൾ വീണ്ടും എടുക്കുന്നുവെങ്കിൽ, അത് പഴയ നിയമത്തിന്റെ ആചാരങ്ങളെ നമ്മൾ വീണ്ടും പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശാപയോഗ്യരാണെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ കൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് രാത്രി അതേ വിഷയത്തിൽ തന്നെ നീണ്ടുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് വീണ്ടും 11ാമത്തെ വാക്യത്തിലേക്ക് കടന്നു നാട്. വേഴ്സ് ചാപ്റ്റർ 7 വേഴ്സ് നമ്പർ 11. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ, എന്നിട്ടൊരു 1 നിർത്തിക്കൊണ്ട് പറയുകയാണ്, അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ. ഇന്ന് നമ്മൾ ചിന്തിപ്പിക്കുവാനായിട്ട് പോകുന്നത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതാണ് അഹരോന്റെ ക്രമത്തെക്കാൾ സൂപ്പീരിയർ ആയിട്ടുള്ളത്, ഉന്നതമായിരിക്കുന്നത്. അഥവാ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം
മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് അഹരോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെക്കാൾ ഉന്നതമായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് രാത്രി ചിന്തിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ എന്താണ് അഹരോന്റെ ക്രമം എന്ന് പറയുന്നത്? നമ്മൾ അവിടെ വായിച്ചത് ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ, അപ്പോൾ ലേവ്യ പൗരോഹിത്യത്തിന് സമ്പൂർണത വരുവാൻ സാധ്യമായില്ല. ലേവ്യ പൗരോഹിത്യം സമ്പൂർണ്ണമെന്നോ അവർ ചിന്തിച്ചു. ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കി ലേവ്യ പൗരോഹിത്യം സമ്പൂർണ്ണമാണെന്നോ. എന്തുകൊണ്ട് അവർ മനസ്സിലാക്കി, എന്തുകൊണ്ട് അവർ വിശ്വസിച്ചു ലേവ്യ പൗരോഹിത്യം സമ്പൂർണ്ണമാണെന്ന്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ആ ഇസ്രായേൽ മക്കൾ തന്നെ പുരോഹിതനായിട്ട് അഹരോനെ തെരഞ്ഞെടുത്തപ്പോൾ അഹരോന്റെ സഹോദരനായിരിക്കുന്ന കോരഹ് അഹരോന് എതിരായിട്ട് എഴുന്നേൽക്കുവാനായിട്ടിടയായിരുന്നു. അതോടൊപ്പം തന്നെ യഹൂദ ഗോത്രത്തിലെ 2 പേര് ഈ മോശയ്ക്ക് എതിരായിട്ട് എഴുന്നേറ്റപ്പോൾ സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തി. എന്താണ്, ആരാണ് പുരോഹിതന്മാരായി തീരുവാൻ യോഗ്യതയുള്ളവര്? എന്താണ്? നിങ്ങൾക്കറിയാം, നമ്മൾ ആ വിഷയം വളരെ ഡീറ്റെയിലാണ് നമ്മൾ പഠിക്കുകയുണ്ടായി. എല്ലാവരും ഓരോ വടികൾ കൊണ്ടുവന്ന് അവസാനമായിട്ട് സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ അതിന്റെ ഈ വടികൾ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് അഹരോന്റെ വടി ബദാം പൂത്തതായിട്ട് ഫലം കായ്ച്ചുമിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ കൂടെ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി, അഹരോനാണ് പുരോഹിതനാകുവാനുള്ള യോഗ്യത, മറ്റാർക്കും പുരോഹിതനാകുവാനുള്ള അവകാശമില്ല. ഇതിനു മുൻപ് ഞങ്ങൾക്കും പുരോഹിതന്മാരാകുവാൻ സാധ്യമല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളായിരുന്നുവെങ്കിൽ, അതിനനുസൃതമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഈ ഒരു ഇൻസിഡൻസോടുകൂടെ ചേർന്ന് ഇസ്രായേൽ മക്കൾ പിന്നീട് ഒരു കാലത്ത് പോലും അഹരോന്റെ ക്രമത്തിന് ആരും ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല. കാരണം അവരെല്ലാം മനസ്സിലാക്കി ഇത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണോ അഹരോന്റെ പൗരോഹിത്യമെന്നും അതിന് ഒരു പൂർണ്ണതയുണ്ടെന്നും അവർ മനസ്സിലാക്കി. എന്നാൽ എബ്രായലേഖന കർത്താവ് എഴുതുമ്പോൾ ഇപ്രകാരം പറയുകയാണ്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ, അപ്പോൾ ലേവ്യ പൗരോഹിത്യം കൊണ്ട് സമ്പൂർണത വന്നില്ല എന്ന് അവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ, എന്താണ് ലേവ്യ പൗരോഹിത്യത്തിന്റെ ബലഹീനതകളോ? പ്രധാനമായിട്ട് നമ്മൾ 1, 2, 3 കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് കടന്നു പോവുകയാണ്. എന്തുകൊണ്ട് ഈ ലേവ്യ പൗരോഹിത്യം സമ്പൂർണ്ണമല്ല? നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്തിനു വേണ്ടി ദൈവം പുരോഹിതന്മാരെ ആക്കി? അതിനാധാരമായിട്ട് അതേ അധ്യായത്തില് 25-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ 25 ഒരു പുരോഹിതന്റേതായിരിക്കുന്ന പ്രധാനപ്പെട്ട ജോലി ഇവിടെയാണ് തുടങ്ങുന്നത്. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ കഴിവുള്ളവനാണോ? ഇതാണ് ഒരു പൗരോഹിത്യ ജോലി, പൂർണ്ണമായി അവരെ രക്ഷിക്കുക. എന്നാൽ എന്ത് സംഭവിച്ചു അഹരോന്റെ പൗരോഹിത്യത്തിനോ? അഹരോന്റെ പൗരോഹിത്യത്തിനോ ദൈവം ആഗ്രഹിച്ചത് പലതും ചെയ്യുവാൻ സാധ്യമായില്ല. ന്യായപ്രമാണം തെറ്റ് എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം ആത്മീയമാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ന്യായപ്രമാണം കൊണ്ട് ദൈവം എന്താഗ്രഹിച്ചുവോ ആ കാര്യങ്ങൾ നടക്കാതെ അതിന് വിരുദ്ധമായിരിക്കുന്ന കാര്യമാണോ ന്യായപ്രമാണത്തിൽ കൂടെ നടക്കുവാനിടയായിട്ട്? ശ്രദ്ധിച്ച് എന്റെ ഓരോ വേർഡുകൾ കേട്ടുകൊള്ളണമേ. ഞാൻ പറഞ്ഞു വന്നത്, ന്യായപ്രമാണം നല്ലതായിരുന്നു, ന്യായപ്രമാണം ആത്മീയമാണ്, ന്യായപ്രമാണം വിശുദ്ധമാണ്. വായിച്ചാട്ടെ, റോമക്കാരുടെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. റോമൻസ് ചാപ്റ്റർ 7, റോമക്കാരുടെ 7-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. 12-ാമത്തെ വാക്യം, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം. കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണം ന്യായമാണോ, നല്ലതാണോ, അത് വിശുദ്ധമായതാണോ? അതോടൊപ്പം തന്നെ അതിന്റെ 14-ാമത്തെ വാക്യം, സെയിം ചാപ്റ്റർ വേഴ്സ് 14. എവിടെ പറയുന്നു? ആ ന്യായപ്രമാണം ആത്മീയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ന്യായപ്രമാണം വിശുദ്ധമാണ്, ന്യായപ്രമാണം ന്യായമാണ്, ന്യായപ്രമാണം നല്ലതാണ്, അതോടൊപ്പം തന്നെ ന്യായപ്രമാണം ആത്മീയവുമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ന്യായപ്രമാണം. ആ ന്യായപ്രമാണം എന്തുകൊണ്ട് ലഭിച്ചു? അവിടെ നമ്മൾ വായിച്ച എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചു
താമസം. ഏതിന് കീഴിൽ? ലേവ്യ പൗരോഹിത്യത്തിന് കീഴിൽ. എന്ന് പറഞ്ഞാൽ ലേവ്യ പൗരോഹിത്യം ഉണ്ടാക്കപ്പെട്ടത് അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തോടുകൂടി ചേർന്നാണ് ന്യായപ്രമാണം കടന്നു വരുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണം വിശുദ്ധമാണ്, നല്ലതാണ്, ന്യായമാണ്, അത് ആത്മീയമാകുന്നുവെങ്കിൽ എന്ത് ഇവിടെ സംഭവിച്ചു? ഇവിടെ പറ്റിയത് ന്യായപ്രമാണം കൊണ്ട് പൂർണ്ണത വരുത്തുവാൻ സാധ്യമായില്ല, സമ്പൂർണത വരുത്തുവാൻ സാധ്യത. എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? അത് തെറ്റാണെന്നല്ല, പിന്നെയോ ദൈവം എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തതോ അപ് ടു ദ സ്റ്റാൻഡേർഡ് വരെ ഈ ന്യായപ്രമാണത്തിനോ പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമായില്ല. ശ്രദ്ധിക്കണം എന്റെ വേർഡ്. ദൈവം പുരോഹിതന്മാരെ കുറിച്ച് ആഗ്രഹിച്ചതോ ന്യായപ്രമാണത്തെ കുറിച്ച് ആഗ്രഹിച്ചോ എന്തൊക്കെയോ ദൈവം ആഗ്രഹിച്ചു. അപ് ടു ദ സ്റ്റാൻഡേർഡ് വരെ ഈ ന്യായപ്രമാണത്തിനോ ദൈവമാക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്താൽ ആക്കപ്പെട്ട പുരോഹിതന്മാർക്കോ ആകുവാനായിട്ട് സാധ്യമായില്ല. അതാണ് അതിന്റെ അപൂർണത വെളിപ്പെടുവാൻ കാരണമായി തോന്നുന്നത്. ന്യായപ്രമാണം നല്ലതായിരുന്നു, എന്നാൽ അതിനെ ന്യായോചിതമായി ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് ന്യായപ്രമാണം ഗുണത്തിന് പകരം ദോഷമായി തീരുവാനിടയായി തീർന്നു. എന്താണ് അഹരോന്റെ പാരമ്പര്യത്തിനോ അഹരോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിനോ ഉണ്ടായ പ്രത്യേകതകളെന്തോ? ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നാൽ വേഴ്സ് 15, 7-ാം അധ്യായത്തിലേക്ക് തന്നെ നമ്മൾ നിൽക്കുവാൻ പോകുകയാണ്. 7th chapter verse number 15, Hebrews 7:15. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല. ഇവിടെ ഒന്നാമത്തെ അതിന്റെ വീഴ്ചയെ കുറിച്ച് പറയുന്നു. അത് ജഡസംബന്ധമായ കൽപ്പനയാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു വേർഡ്. ഇത് ജഡസംബന്ധമായിട്ടുള്ളതാണ്, അഥവാ ജഡത്താലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ന്യായപ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധമാണ്, ന്യായപ്രമാണം എന്ന് പറയുന്നത് ആത്മീയമാണ്, ന്യായപ്രമാണം നല്ലതും ന്യായവുമാകുന്നുവെങ്കിലും ഈ പ്രമാണം ദൈവത്താൽ ലഭിച്ചുവെങ്കിൽ ഈ പ്രമാണം എക്സിക്യൂട്ട് ചെയ്യുന്നവർ എന്ന് പറയുന്നത് ആരായിരുന്നു? ജഡപ്രകാരമുള്ളവരായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെ ജഡത്തിന്റെ ബലഹീനത നിൽക്കുന്നവരാണ് ഈ പ്രമാണം എക്സിക്യൂട്ട് ചെയ്യുവാനിടയായിത്തീരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ബലഹീനതകൾക്കനുസരണമായിട്ടാണ് അവർ ദൈവത്തിന്റെ ഈ ന്യായപ്രമാണത്തെ പ്രവർത്തിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ഇവിടെ ആ വേർഡ് പ്രകാരമാണ് നമ്മൾ വായിച്ച വേർഡ് പ്രകാരമാണ്. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല. എന്നിട്ട് മറ്റൊന്നിനെ ചൂണ്ടിക്കാണിക്കാൻ മറ്റെന്തോ വളരെ വാല്യുബിൾ ആയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ഇതിന്റെ വീഴ്ച വശമെന്ന് പറയുന്നത് ആത്മീയരായിട്ട് ഇത് തുടങ്ങുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ പിൽക്കാലം കടന്നു വന്നായിരിക്കുന്ന പുരോഹിതന്മാർ അവരുടെ മക്കൾ പുരോഹിതന്മാരായി കടന്നു വന്നപ്പോൾ ആത്മീയരല്ലാത്തവരും കടന്നു വന്നിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറയുന്നത് അവരുടെ ജഡത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ജഡസംബന്ധമായിരിക്കുന്ന രീതിയിലാണ് ന്യായപ്രമാണം അവരിൽ കൂടെ വെളിപ്പെടുക. ന്യായപ്രമാണത്തിന് മാറ്റം വന്നില്ല എങ്കിലും അവരുടെ ജഡത്തിന്റെ ബലഹീനത ഇതിനകത്ത് ഒരു വലിയ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. എന്താണ് അതിന് 18-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചാട്ട്. വേഴ്സ് 18, മുൻപിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനത, മുൻപിലത്തെ കൽപ്പന എന്ന് പറഞ്ഞ ബലഹീനമാണ്, ഇറ്റ്സ് ഓൺ വീക്ക്നെസ്. ഞാൻ ആദ്യം പറഞ്ഞത് അത് മാനുഷികമായ ജഡത്തിന്റെ ഒരു പ്രമാണത്താൽ ജഡസംബന്ധമായിട്ടാണ് അത് പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് അതിന് വീക്ക്നെസ് ഉണ്ട്, അത് ബലഹീനമാണ്. എന്താണ് അതിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്? നമ്മൾ 25-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ദൈവത്തോട് അടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്താണ് പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾക്ക് പറ്റാഞ്ഞത്? അഥവാ പഴയ നിയമ പുരോഹിതനെ പറ്റാഞ്ഞത് ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് സാധ്യമായില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ന്യായപ്രമാണവും പുരോഹിതന്മാരും ദൈവത്തോട് മറ്റുള്ളവരെ അടുപ്പിക്കുവാനാണ് ദൈവം വെച്ചതെങ്കിൽ ഈ ന്യായപ്രമാണം ഇതേ പുരോഹിതന്മാർ ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുന്നതിന് പകരമായിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ഈ ന്യായപ്രമാണം പുരോഹിതന്മാരെന്ന് പറയുന്നത് ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കേണ്ടതാകുന്നുവെങ്കിൽ
അതേ ന്യായപ്രമാണം പുരോഹിതന്മാരും ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് പകരമായിട്ട് ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റുന്നതായിരുന്നു. എന്തുകൊണ്ട് അവർ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി? കാരണം അവരുടെ കുറ്റം കൊണ്ടല്ല, പിന്നെയോ അവർ ഈ ജനത്തിന്റെ പാപം കാരണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ ആക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ഒരു വ്യക്തി, പാപം ചെയ്ത ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഈ പുരോഹിതന് എന്തേ ചെയ്തു കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ? ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ പുരോഹിതന് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെയോ അവൻ ചെയ്ത പാപത്തിന് വേണ്ടി അവന് ശിക്ഷ കൊടുക്കേണ്ടത് ഈ പുരോഹിതന്റെ ചുമതലയാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു തന്ന വേർഡ് ഇതാണ്. പഴയ നിയമത്തിന്റെ പ്രമാണം, പഴയ നിയമത്തിന്റെ പുരോഹിതൻ ദൈവത്തോട് ജനത്തെ അടുപ്പിക്കുന്നതിന് പകരമായിട്ട് ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റി മാറ്റി. എന്താ അകറ്റുവാനുള്ള കാരണമെന്ന്? ഈ ജനത്തിന്റെ പാപം. ഈ പാപവുമായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് അഥവാ പുരോഹിതന്റെ അടുക്കിലേക്ക് ഈ ജനം കടന്നു വരുമ്പോൾ ഈ പുരോഹിതൻ എന്ത് ചെയ്തു കൊടുക്കുവാനേ സാധ്യമാകത്തുള്ളൂ? ചില പാപങ്ങൾ, ഒരു ഭാഗം പാപങ്ങൾ വരെ പുരോഹിതന് അവക്ക് പകരമായിട്ട് ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് യാഗം കഴിച്ച് ദൈവത്തോട് നിരപ്പിക്കുവാൻ സാധിക്കുമെങ്കിലും ചില പാപങ്ങൾ ദൈവം ക്ഷമിച്ചു കൊടുക്കാത്ത ചില പാപം, അഥവാ ഒന്ന് കൊല ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള പാപങ്ങൾ കടന്നു വരുമ്പോൾ ഈ പാപങ്ങൾക്ക് ഈ മനുഷ്യന് ഒരു ദൈവത്തോട് നിരപ്പ് കൊടുക്കുവാൻ സാധിക്കാതെ ഈ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനേ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഇല്ല. ഞാൻ പറഞ്ഞു വന്ന വേർഡ് ഇതാണ്. ന്യായപ്രമാണം നല്ലതാണോ? പുരോഹിതന്മാർ നല്ലതാണ്. എന്നാൽ ഈ പുരോഹിതനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ദൈവത്തോടെ മനുഷ്യനെ അടുപ്പിക്കുവാനാകുന്നുവെങ്കിൽ എല്ലാ മനുഷ്യനെയും ദൈവത്തോട് അടുപ്പിക്കുവാൻ ഈ പുരോഹിതന്മാർക്ക് സാധ്യമായില്ല. എന്തുകൊണ്ട് സാധ്യമായില്ല? ഒരു കൊല ചെയ്ത ഒരു വ്യക്തി പുരോഹിതന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പുരോഹിതന് ഈ വ്യക്തിയെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് പുരോഹിതന് സാധ്യമല്ല. അഥവാ എന്ത് ചെയ്യണം ഈ പുരോഹിതൻ? ദൈവം കൊടുത്ത വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ പുരോഹിതൻ ഈ വ്യക്തിയെ, വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു, കൊല ചെയ്തവൻ കൊലയ്ക്ക് പകരം എന്ത് തന്നെയാണ്? കൊലയാണ്. കൈക്ക് പകരം കൈ, കണ്ണിന് പകരം കണ്ണ്. ഇതിന് വ്യത്യാസം വരുത്തുവാൻ സാധ്യമാകാത്തത് കൊണ്ട് ഇവനെ രക്ഷിക്കുവാനല്ല ഈ പുരോഹിതന് സാധിക്കുന്നത്, പകരം എന്ത് ചെയ്യാനേ സാധിക്കുന്നുള്ളൂ? നിങ്ങൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായി. ശിക്ഷിക്കുവാനേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അതിൻ്റെ ഒരു ബലഹീനതയായിരുന്നു. ദൈവം പുരോഹിതനെ കുറിച്ച് ആഗ്രഹിച്ചത് ദൈവത്തിന്റെ അടുക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്ന് മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കുവാനാകുന്നുവെങ്കിൽ ഏത് പർപ്പസിന് വേണ്ടി ദൈവം വെച്ചുവോ ആ പർപ്പസ് കംപ്ലീറ്റ് ആക്കുവാൻ ഈ പുരോഹിതന്മാർക്കോ ന്യായപ്രമാണത്തിനോ സാധ്യമായില്ല. എന്തുകൊണ്ട് സാധ്യമായില്ല? ഇത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, പിന്നെയോ എന്തുകൊണ്ടാ? ജനത്തിന്റെ കുഴപ്പം കൊണ്ട്. അഥവാ ജനം പാപം ചെയ്തത് മുഖാന്തരമായിട്ട് പാപത്തിന് ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ജനത്തെ രക്ഷിക്കുവാനല്ല സാധിക്കുന്നത്, പകരം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ശിക്ഷിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യവസ്ഥ മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവൻ ചെയ്ത പാപത്തിന് വേണ്ടി അവൻ കൊല്ലപ്പെടേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അവൻ വഹിക്കേണ്ടതോ ആവശ്യമാണോ എന്നോ ന്യായപ്രമാണം പറഞ്ഞിരിക്കുമ്പോൾ ഈ പുരോഹിതനോ ഇവനെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമാകുന്നില്ല, പകരം അവനെ ശിക്ഷിക്കുവാനേ സാധിക്കത്തുള്ളൂ. അതെന്നത് ബലഹീനത. എന്നാൽ ഒരു രീതിയിൽ ഈ ന്യായപ്രമാണം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അത് വളരെ നന്നായിരുന്നേനും. ഏതാ? തെറ്റ് ചെയ്യാതെ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ന്യായപ്രമാണം നല്ലതായിരുന്നേനും. കള്ളം പറയുന്നതിനുള്ള ദൈവത്തിന്റെ ന്യായപ്രമാണം ഞാനത് പ്രമാണിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പ്രമാണം നല്ലതാ. കാരണം ദൈവം എന്നോട് ദോഷം കാണിക്കുന്നില്ല, ദൈവം എന്നെ വെറുക്കുന്നില്ല. അപ്പോൾ ന്യായപ്രമാണം എനിക്ക് നല്ലതാണോ? എപ്പോൾ മാത്രം? ന്യായപ്രമാണം പൂർണ്ണമായിട്ടോ ഞാൻ പ്രമാണിക്കുമെങ്കിൽ മാത്രം. ശ്രദ്ധിക്കണം, നിങ്ങൾ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വന്നത്. ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ഞാൻ പ്രമാണിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിലെ ഓരോ കാര്യങ്ങളും എന്റെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ ന്യായപ്രമാണം എനിക്ക് നല്ലതാണ്. എന്നാൽ ഏതെങ്കിലും ഒന്ന് ഞാൻ തെറ്റിച്ചുവെങ്കിൽ ആ ന്യായപ്രമാണം തന്നെ എന്നെ എന്ത് ചെയ്യുക? ദൈവത്തിൽ നിന്ന് അകറ്റിയ. എന്തിനാ ദൈവം ഇതൊക്കെ വെച്ചിരിക്കുന്നത്? ദൈവത്തോട് അടുപ്പിക്കാൻ. പക്ഷെ എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ ബലഹീന നിമിത്തം, നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ ബലഹീന നിമിത്തം എന്ത് പർപ്പസ്
അപ്പോസ്തലരുടെ ദൈവം വെച്ചുവോ അതിൽ നിൽക്കുവാൻ സാധിക്കാതെ മനുഷ്യനെ അതിൽ നിന്ന് ഓടിച്ചു കളയുക ചെയ്തത്. അപ്പോൾ എന്തായി തീർന്നു? ന്യായപ്രമാണത്തിന് അതിന്റെ ബലഹീനത ഉണ്ടായി, അഥവാ പഴയ നിയമ പുരോഹിതനോ അവന്റെ കാലത്തിന് ബലഹീനത ഉണ്ടായി, ആ വീക്ക്നെസ് അവനുണ്ടായി. നെക്സ്റ്റ് വായിച്ചിട്ട് അതിന്റെ 18-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. അവിടെ പറയുന്നു അത് നിഷ്പ്രയോജനമാണ്, അൺപ്രോഫിറ്റബിൾനെസ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല, അതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ലഭിച്ചില്ല. ഏതിന്റെ? ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം അഹരോന്റെ ക്രമപ്രകാരം ഒരു പുരോഹിത വർഗത്തെ തെരഞ്ഞെടുത്തപ്പോൾ അത് പ്രയോജനപ്രദമായി തീർന്നില്ല. എന്താ അത് പ്രയോജനപ്രദമായി തീരാതിരുവാനുള്ള കാരണം എന്താ? അതിന്റെ വിഷയം നമ്മൾ എന്താ മനസ്സിലാക്കി? അവരെ പൂർണ്ണമായി രക്ഷിക്കുവാനായിട്ട് സാധ്യമായില്ല. അതാണ് അതിന്റെ മെയിൻ പർപ്പസ് എങ്കിൽ അവിടെ നിൽക്കുവാനായിട്ട് സാധ്യമായില്ല. അത് മാത്രമല്ല, വേറെ വലിയ വീക്ക്നെസ്സോടെ കടന്നു വന്നു. ആ വീക്ക്നെസ് ആണ് വായിച്ചിട്ട് വേഴ്സ് 23 23-ാമത്തെ വാക്യം. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികകൊണ്ട്. അപ്പോൾ ഇവര് തന്നെ, ഈ പുരോഹിതന്മാർ തന്നെ വീക്കായി പോയി. എന്താ അതിന്റെ കാരണം? അവർക്ക് തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുക. സ്ഥിരമായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല പുരോഹിതനെ കാണുന്നത്. പിന്നെയോ ഓരോ പുരോഹിതന്മാർ മരണം മുഖാന്തരമായിട്ട് അവർ മാറ്റപ്പെടുന്നതായിട്ട് വരികയാണ്. അപ്പോൾ വൺ ആഫ്റ്റർ അനദർ അവരിൽ തന്നെ ബലഹീനതയുണ്ട്, അവരുടെ ജഡത്തിന്റെ ബലഹീനത അവരിൽ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, അവരുടെ മരണത്തിന് അവർ വിധിക്കപ്പെട്ടവരായതുകൊണ്ട്, മരണത്തിന് അവർ യോഗ്യരായതുകൊണ്ട് അവർ ബലഹീനരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ന്യായപ്രമാണം നല്ലതായിരുന്നുവെങ്കിലും അതിന്റെ 3 ബലഹീനതകളെയാണ് നമ്മൾ ഇവിടെ കാണുവാൻ സാധിച്ചത്. ഒന്ന്, നമ്മൾ കണ്ടത് അതിന്റെ ജഡത്തിന് കാണിക്കുന്ന ബലഹീനത തന്നെ, ജഡത്തിന്റെ പ്രമാണമായത് ജഡീയമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. 2, നമ്മൾ കണ്ടത് അതിന്റെ കാണിക്കുന്ന വീക്ക്നെസ്, ബലഹീനത. 3, കണ്ടത് അത് ഉപയോഗമില്ലാത്തതായി മാറ്റപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എത്രമാത്രം ശ്രേഷ്ഠമായ രീതിയിൽ, എത്ര ഉന്നതമായ രീതിയിൽ ഈ ന്യായപ്രമാണവും അഥവാ ഈ അഹരോന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതന്മാരെ ആക്കി വെച്ചപ്പോൾ ആ പർപ്പസ് കംപ്ലീറ്റ് ആക്കുവാനായിട്ട് ഈ പുരോഹിതന്മാർക്ക് സാധ്യമായില്ല. ഇപ്രകാരമുള്ള ഒരു സന്ദർഭത്തിൽ, ഇപ്രകാരമുള്ള സാഹചര്യത്തിലാണ് ഒരു പുതിയ ഒരു ക്രമം കടന്നു വരുവാനായിട്ട് ആവശ്യമായിരുന്നത്. ഇത് ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പൂർണ്ണമായി രക്ഷിക്കുക. ശ്രദ്ധിക്കുക, വേർഡ്. ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പൂർണ്ണമായി രക്ഷിക്കുക, പരിപൂർണമായി എന്നെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇവിടെ നമ്മൾ അതിന് സാധ്യമാകാതെ അപൂർണമാക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു? ദൈവം കൊടുത്ത, ദൈവം അഹരോനും അവന്റെ കുടുംബത്തിനും കൊടുത്ത ആ ഉടമ്പടി അവർ ലംഘിച്ചതും മുഖാന്തരവുമായും ദൈവം എന്ത് ചെയ്തു? ആ പൗരോഹിത്യ വർഗത്തെ ദൈവം കംപ്ലീറ്റ്ലായിട്ട് മാറ്റി, പരിപൂർണമായിട്ട് ദൈവം മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? ദൈവം എടുത്തത് അന്നത്തെ ആ നിയമത്തിൽ കൂടെ അല്ല, പിന്നെയോ മറ്റൊരു വിധപ്രകാരം ഒരു പുരോഹിതനെ ഏറ്റെടുക്കുവാനായിട്ട് തീർന്നു. എന്താ അവിടെ സംഭവിച്ചത്? കർത്താവ് യേശുക്രിസ്തു ഒരു പുരോഹിതനായി തീർന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവനായി തീർന്നു. മനസ്സിലാക്കണം, ലേവി ഗോത്രത്തിൽ ഉൾപ്പെട്ടവൻ മാത്രമേ പുരോഹിതനായി തീരുവാൻ സാധിക്കത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവം ഒരു ഉടമ്പടി കൊടുത്ത്, ഒരു കവനന്റ്, ഒരു ലവണ നിയമം കൊടുത്ത് ആ നിയമത്തിൽ അവർ നിൽക്കുന്ന സ്ഥാനത്ത് ഇവിടെ ആ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തി ഇപ്പോൾ പുരോഹിതനായി തീരുക. ആര്? യഹൂദ ഗോത്രം. യഹൂദ ഗോത്രവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വായിച്ചാട്ട് അതിന്റെ 13-14 വാക്യം. അവിടെ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, മൽക്കീസേദെക്കിന് ക്രമപ്രകാരം എന്ന് പറഞ്ഞു വരുമ്പോൾ പറയുന്നു, ഈ പുരോഹിത ക്രമത്തെ ദൈവം ഉടച്ചു എന്ന് മാത്രമല്ല, ദൈവം അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ലേവി ഗോത്രത്തെ എന്ന് പറയുന്ന അതുകൂടെ ദൈവം പരിപൂർണമായിട്ട് ഉടച്ചു മാറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നിർമൂലീകരണമാണോ ദൈവം ചെയ്തത്? പഴയ നിയമത്തെ പരിപൂർണമായിട്ട് അബോളിഷ് ചെയ്ത്, പഴയ
നിയമത്തെ പരിപൂർണമായിട്ട് മാറ്റി ദൈവത്തിന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരത്തില്ല, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് മാറ്റം വരത്തില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് ഓരോ സമയങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല, ആദിയിൽ തന്നെ അവസാനം അറിയാവുന്ന ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകൾ ഊവോ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഒരു വള്ളി പോലും മാറിപ്പോവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ഒരു വള്ളി പോലും മാറിപ്പോവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനത്തിന് ഒരു വള്ളി പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലേവി ഗോത്രത്തിന് ദൈവം കൊടുത്ത ഉടമ്പടി ലേവി ഗോത്രം ലംഘിച്ചത് മുഖാന്തരമായിട്ട് ദൈവം അവരെ മാറ്റിക്കൊണ്ട് അടുത്തൊരു ഗോത്രത്തെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്തൊരു ഗോത്രത്തെ വംശാവലി പ്രകാരമായി തെരഞ്ഞെടുത്തു നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ മൽക്കിസദേക്കിന് ക്രമപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ പുരോഹിതനാക്കി വെച്ചു. മൽക്കിസദേക്കും കർത്താവായ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മൽക്കിസദേക്ക് കർത്താവായ യേശുവിനെ മുന്നോടിയായി നമ്മൾ കണ്ടു. അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ശാലേം രാജാവും ഒരു ദൈവത്തിന് പുരോഹിതനുമായി. എന്നാൽ ആ വ്യക്തിയുടെ ക്രമപ്രകാരം യേശു ക്രിസ്തു ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. യേശുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ അവിടെ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദ ഗോത്രത്തിൽ നിന്ന് കർത്താവായ യേശു ജനിക്കപ്പെട്ടുവെങ്കിൽ, യഹൂദ ഗോത്രത്തിലെ യേശുവിനെ ഒരു പുരോഹിതനാക്കി വെച്ചുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിന്റെ പ്രമാണമാകുന്ന ലേവിയ ഗോത്രത്തെ പരിപൂർണമായി മാറ്റിക്കൊണ്ട് ഒരു പുതിയതൊന്നോ സ്ഥാപിക്കുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. പഴയതിനെ പരിപൂർണമായിട്ട് മാറ്റിക്കൊണ്ട് ഒരു പുതിയതൊന്നോ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഒരു പുതിയതൊന്നോ തുടങ്ങുവാനായിട്ട് കാരണമായി തീർന്നു. എന്താ പുതിയതൊന്ന് തുടങ്ങിയത്? കർത്താവായ യേശു യഹൂദ ഗോത്രപ്രകാരം ജനിക്കപ്പെട്ടവനാകുന്നുവെങ്കിലും ഇപ്പോൾ മൽക്കിസദേക്കിന് ക്രമപ്രകാരം യേശു ഒരു പുരോഹിതനായി തീർന്നു. എന്താണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത? എന്ത് സംഭവിച്ചു? വായിച്ചോട്ട് 19ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. ദി ഓർഡർ ഓഫ് മൽക്കിസദേക്ക്, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല പ്രത്യാശയ്ക്ക് പ്രൈസ് ഗോഡ് ഇവിടെ ഒരു പുതിയതൊന്ന് തുടങ്ങുക. എന്താ ഇവിടെ സംഭവിച്ച? വേടിപ്രാരം പറഞ്ഞു, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശ. അപ്പോൾ ദൈവത്തോട് അടുക്കുവാനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപിതമായി. ഏറെ നല്ല പ്രത്യാശ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുപ്പിക്കുവാനാണ് കാരണമായി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പുരോഹിതനെ ദൈവം തെരഞ്ഞെടുത്തതോ പൂർണ്ണമായി രക്ഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അവനെ അടുപ്പിക്കുവാനാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ആ ഒരു പൂർണ്ണമായിരിക്കുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് സ്ഥാപിതമായി എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിതമാക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ഒരു പാപം ചെയ്യുമ്പോൾ പാപം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റുവാനാണ് പുരോഹിതനും ന്യായപ്രമാണത്തിനും സാധിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ ഏത് പാപം ചെയ്തവനെയും ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഒരു പുതിയ പ്രത്യാശ കടന്നു വരുവാൻ കാരണമായി തീർന്നു. ഒരു പുതിയ പ്രത്യാശ, ന്യൂ ഹോപ്പ്, അത് നമുക്ക് ലഭിക്കുവാൻ കാരണമായി. എന്താ എന്തിനു വേണ്ടിയുള്ളത്? ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം. ഇന്ന് എന്തെങ്കിലും മനസ്സിലാക്കണം, എത്ര വലിയ കൊലയാളിയായിരുന്നാലും, എത്രമാത്രം പാപം ചെയ്തവനായിരുന്നാലും, എത്രമാത്രം രക്താംബരം പോലെ ചുവപ്പാണ് നിന്റെ പാപമെങ്കിലും ദൈവത്തിന്റെ തിരുവചനപ്രകാരം പഠിപ്പിക്കുന്നു, ഈ യേശുവിന്റെ അടുക്കലേക്ക് ആരെങ്കിലും കടന്നു ചെല്ലുമ്പോൾ അവർ ഒരിക്കൽ പോലും കണ്ടം ചെയ്ത് വെളിയിൽ വിടുകയല്ല, ദൈവത്തോട് തന്നെ അടുപ്പിക്കുവാൻ കാരണമായി. നിങ്ങൾ മനസ്സിലാക്കണം, പഴയതും പുതിയതുമായ വ്യത്യാസം. പഴയത് അതിന്റെ കുറ്റങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അതിനനുസരമായി ശിക്ഷിക്കുവാൻ കാരണമായി തീരുന്നുവെങ്കിൽ പുതിയതിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ പുതിയത് എനിക്ക് ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഞാൻ ആരാണെന്നുള്ളതല്ല, ഞാൻ ഏത് വ്യക്തിയാണെന്നുള്ളതല്ല, ഞാൻ എപ്രകാരം ഉള്ളവനാണെന്നുള്ളതല്ല, എന്റെ പാപങ്ങൾ എത്ര വലുതാണെന്നുള്ളതല്ല, ഒറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, യേശു ക്രിസ്തുവിൽ കൂടെ എനിക്ക്. അതാണ് എന്റെ പ്രത്യാശ. എന്താ എന്റെ പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുന്നത് എന്റെ കർത്താവായ യേശു, ആ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് അടുക്കുവാനായിട്ട് എനിക്കൊരു വലിയ പദവി ലഭിച്ചു. ഇതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഏറെ നല്ല പ്രത്യാശയ്ക്ക് ഒരു സ്ഥാപനമുണ്ടായി. എന്തിനു വേണ്ടി? ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, പഴയ നാമത്തെ ജനം ആരാധിച്ചുകൊണ്ടിരുന്നത് പാതാളത്തിൽ നിന്നുകൊണ്ട് ആരാധിച്ച് കടന്നുപോയെങ്കിൽ ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പദവി എന്ന് പറയുന്നത്, ഇന്ന് നാം പാതാളത്തിലല്ല നിൽക്കുന്നത്, ഞാൻ നിങ്ങൾ നിൽക്കുന്ന കൃപാസനത്തിലാണ്.
എന്ന് പറഞ്ഞാൽ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ഒരിക്കൽ മാത്രം അത് വിശുദ്ധിയോടുകൂടി അത് വളരെ സൂക്ഷ്മതയോടുകൂടെ കടന്നു ചെല്ലുന്ന സ്ഥലത്താണ് ഇന്ന് കൃപയാൽ ഞാൻ ആയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് അവിടെയാണ്. നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്താണ്. ദൈവത്തിന്റെ കൃപാസനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവന്റെ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ദൈവം വസിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവി ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകി. നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് സാധിച്ചു എന്ന് മനസ്സിലാക്കണം. ഒരു വിശേഷമായിരിക്കുന്ന നിയമമാണ് അതിനുണ്ടായിരുന്നത്. ഒരു വിലപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രത്യാശ, ഒരു വളരെ വിലയേറിയതായിരിക്കുന്ന ഒരു പ്രത്യാശ. എന്താ പ്രത്യാശ ഉണ്ടായത്? എല്ലാവരും പാപം ചെയ്തു ദൈവത്തെ ഇല്ലാത്തവരായിത്തീരുന്നുവെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വേറെ ഭാഗത്ത് പറയുന്നു, അവൻ നമ്മുടെ പാപം ചുമന്നു ക്രൂശിൽ കയറി അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. ഇന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു എന്ന് അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിലെ സ്വീകാരം നമുക്ക് ലഭിക്കുവാൻ കാരണമായി തരുന്നത് ആ നല്ല പ്രത്യാശയാണ്. ആ പ്രത്യാശയാണ് ദൈവം നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നത്. ആ പ്രത്യാശയാലാണ് ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന വാക്കുകളെ അല്ല നമ്മൾ പിന്നാലെ കേൾക്കുന്നത്. പിന്നെയോ നമുക്കൊരു ധൈര്യമുണ്ട്, മുൻപോട്ട് കടന്നു ചെല്ലുവാൻ ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ കടന്നു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റിയെങ്കിൽ ഇന്ന് അതേ ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. മനസ്സിലായോ ആ ഭാഗം? അന്ന് ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിമാക്കിയെങ്കിൽ അതേ ജനത്തെ ഇന്ന് ദൈവത്തോട് അടുപ്പിക്കുക. ഒറ്റ കാര്യമുള്ളൂ, ആ പ്രത്യാശയിൽ കൂടെ കടന്നു വരണം, അഥവാ യേശുക്രിസ്തുവിൽ കൂടെ കടന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? രണ്ടാമത്തെ വിഷയം വായിച്ചിട്ട് അതിൻ്റെ 22-ാമത്തെ വാക്യം, വേഴ്സ് 22. വിശേഷമേറിയ നിയമത്തിന് യേശു എ ബെറ്റർ കവനന്റ്. ആദ്യം നമ്മൾ ചിന്തിച്ച എ ബെറ്റർ ഹോപ്പ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എ ബെറ്റർ കവനന്റ്. ഞാൻ ഈ വിഷയം ഇവിടെ വെച്ച് വിടുകയാണ്. കാരണം നമ്മൾ 8 മുതൽ 10 വരെയുള്ള അധ്യായം പഠിക്കുവാൻ പോകുന്നതോ എ ബെറ്റർ കവനന്റിനെ കുറിച്ചാണ്. ആ വിശേഷമേറിയ ഉടമ്പടിയെ കുറിച്ചാണ്. നമ്മൾ ആ ദിവസങ്ങൾ നമ്മളത് പരിപൂർണമായിട്ട് നമ്മൾ പഠിക്കും. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കും. അപ്പോൾ ഇന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചത് ഒരു വിശേഷമായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. അത് പഴയ നിയമത്തിൻ്റെ ഒരു ഉടമ്പടിയല്ല. പഴയ നിയമത്തിൻ്റെ ഒരു പ്രമാണത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ബലഹീനമായ ഉടമ്പടിയല്ല. പിന്നെ അതൊരു വളരെ വിശേഷമായ ഉടമ്പടിയാണ്. ആ ഉടമ്പടി എന്ന് എന്ത് ചെയ്യുവാൻ സാധിക്കുന്നത് മനസ്സിലാക്കണം. ആ ഉടമ്പടി ദൈവത്തോടനെ വളരെ അടുപ്പിക്കുക, ദൈവമായിട്ട് അടുത്ത് ചെല്ലുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ പ്രാപിപ്പാൻ ഈ ഉടമ്പടി എന്നെ യോഗ്യനാക്കുക. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണമേ, എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഏറ്റവും നല്ല പ്രത്യാശ ബെറ്റർ ഹോപ്പ്. അതോടൊപ്പം തന്നെ ദൈവത്തിൽ ഞാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ സാധിക്കുന്ന എ ബെറ്റർ കവനന്റ്. ആ കവനന്റ് നിങ്ങൾക്കറിയാം, എന്താണെന്നറിയാം. പഴയ നിയമത്തിൽ ദൈവം നോഹയ്ക്ക് ഒരു കവനന്റ് കൊടുത്തു. അത് നോഹയ്ക്ക് മാത്രമല്ല, ഈ ഭൂമിക്ക് വേണ്ടിയാ ദൈവം കൊടുത്തത്. നോഹയോടും അവന്റെ സന്തതിയോടും ഭൂമിയോടും ദൈവം ഒരു ഉടമ്പടി ചെയ്തു. എന്താണെന്നറിയാമോ? ഈ ആകാശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ അതിന്റെ മധ്യത്തിൽ മഴവില്ല് കാണുമ്പോൾ ദൈവം ഒരു കാര്യം കൽപ്പിച്ചു, ഞാൻ ഈ ഭൂമിയെ വെള്ളം കൊണ്ട് പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. ദൈവമായ ഒരു ഉടമ്പടി അന്ന് ചെയ്തുവെങ്കിൽ ആ ഉടമ്പടി ഇന്നും ദൈവം നിവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കൊല്ലങ്ങൾ വളരെയധികം പിന്നിട്ടു. ഇന്നും ഒരു മഴവില്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനിയും മഴ പെയ്യത്തില്ലെന്ന്. കാരണം അന്ന് ദൈവം ചെയ്ത ഉടമ്പടി ഇന്നും അത് നിവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം എനിക്കൊരു ഉടമ്പടിയായിരുന്നു. യേശു എന്ന ഏക യാഗത്താൽ, ആ ഉടമ്പടിയാകുന്ന ഏക യാഗത്താൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ ദൈവം എനിക്കൊരു പദവി തന്നു. പ്രിയപ്പെട്ട, ആ ഉടമ്പടിയാണ് ദൈവത്തോട് നീ അടുപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവത്തിന് ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ ദൈവത്തിന് പറയുവാൻ ഒന്നേ ഉള്ളൂ, ഇവൻ പാപിയാണോ, ഇവനെ കൊല്ലണം. എന്നാൽ അടുത്ത സൈഡില് വേറൊരാളിപ്പുണ്ട്, അനുരക്ഷിതാവായ യേശു.
യേശു ഒരു കാര്യം ഇപ്രകാരം പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തോട് യേശുവിനെ പറയുവാൻ ഒന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് അവരെ മരണത്തിൽ വിടുവിക്കണം. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കണമേ, ഞാനും നിങ്ങളും ആ ശിക്ഷാവിധിയിൽ രക്ഷപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് എനിക്ക് പകരമായിട്ട് മറ്റൊരാൾ മരിച്ചു, ആ ഉടമ്പടിയാണോ എന്നെ രക്ഷപ്പെടുത്തിയത്? ആ ഉടമ്പടി മുഖാന്തരമാണോ ഞാൻ രക്ഷപ്പെടുവാൻ കാരണമായിരിക്കുന്നത്? എന്റെ ഒരു നീതി പ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷപ്പെടുവാൻ ഇടയായിത്തുന്നത്. എന്റെ ഒരു വിശുദ്ധ ജീവിതം കൊണ്ടല്ല ഞാൻ രക്ഷപ്പെടുവാൻ ഇടയായിത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വിശുദ്ധനാർക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നുവെന്നോ വിശുദ്ധമാർക്ക് നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായി സാധ്യമാകാതിരിക്കുന്ന സ്ഥാനത്ത് എന്റെയും നിങ്ങളുടെ അയോഗ്യതയാണ് യേശുവാകുന്ന ഏക യാഗത്തിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ കാരണമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ സമാധാന യാഗം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സമാധാന യാഗം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിരപ്പിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയാണ്. എന്നാൽ ഇതിനു മുൻപ് എന്ത് ചെയ്യണം? അവർ പല യാഗങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം. ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത് പാപയാഗം ചെയ്യണം. പാപയാഗം ചെയ്തവൻ അകൃത്യയാഗം ചെയ്യണം. അകൃത്യയാഗം ചെയ്തവൻ ഹോമയാഗം ചെയ്യണം. ഹോമയാഗം ചെയ്തവൻ ഭോജനയാഗം ചെയ്യണം. ഈ 4 യാഗങ്ങൾ ചെയ്തവനാണ് അഞ്ചാമതായിട്ട് സമാധാന യാഗം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ സമാധാന യാഗം ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തോട് അവനൊരു കൂട്ടായ്മ ലഭിക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 4 കാര്യങ്ങൾ ചെയ്ത് ഒരു പെർഫെക്റ്റ് വിശുദ്ധനായി ജീവിച്ചാലും ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടി സാധ്യമല്ല. അഞ്ചാമത്തെ യാഗം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്റെ ഹോളിനെസ് ദൈവത്തിന്റെ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞു വന്നേ. പാപയാഗം കഴിച്ചാൽ പാപം മാറി. അകൃത്യയാഗം കഴിച്ചാൽ എന്റെ അകൃത്യങ്ങൾ മാറ്റപ്പെട്ടു. ഹോമയാഗം കഴിച്ചാൽ എന്നെ തന്നെ ദൈവത്തിനോ സൗരഭ്യവാസനയാകുന്ന യാഗമായി എന്റെ ശരീരത്തെ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു. 3 ഭോജനയാഗം ഞാൻ കഴിക്കുമ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മയിൽ നിന്ന് അതിന്റെ ശ്രേഷ്ഠമായത് ദൈവത്തിന് മുമ്പാകെ യാഗമായി കൊടുത്തു. ഇത്രയും ചെയ്തിട്ടും എനിക്ക് ദൈവത്തോട് കൂട്ടായ്മ ആദരിക്കണമെങ്കിൽ സമാധാന യാഗം ഞാൻ കഴിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ, സമാധാന യാഗത്തിന് മൃഗം ആവശ്യമാകുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്ന വേർഡ് മനസ്സിലായോ? എന്റെ ജീവിതത്തിലോ എന്നെ തന്നെ ദൈവത്തിന് വിശുദ്ധ യാഗമായി തീർത്ത് എനിക്കുള്ളത് ദൈവം തന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തിന് ഞാൻ കൊടുത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാലും ദൈവത്തോട് കൂട്ടായ്മ ഞാൻ അനുഭവിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയും അനുഭവിക്കണമെങ്കിൽ മറ്റൊരാളുടെ ഉടമ്പടി യാഗമായി തീരേണ്ടത് ആവശ്യമാണ്. ആ സമാധാന യാഗം എന്നുള്ള ഉടമ്പടിയിൽ കൂടെ മാത്രമേ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് എനിക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവം തന്നതിനനുസൃതമായിട്ട് ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കാത്തവൻ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്തവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ കാരണമോ ഒരാൾ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. അതാണ് എനിക്കൊരു ഉടമ്പടിയായി നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ചിന്തിക്കുക. എൻ്റെ വീക്ക്നെസ് അവിടെ കവർ ചെയ്യപ്പെട്ടു. ദൈവം എന്നെക്കുറിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ പൂർണ്ണത ദൈവം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അപൂർണത ദൈവം ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കണം, ഞാൻ പറയുമ്പോൾ ഞാനൊരു പാപിയായിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപിയായിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ദൈവം പാപത്തെ വെറുക്കുന്നവനാണോ? പാപിയെ സ്നേഹിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നുവെങ്കിലും ദൈവത്തിന്റെ ആ റൈച്ചസ്നെസ്സിൽ നിന്നുകൊണ്ടോ ദൈവം നമ്മളെ ശിക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവിടെയും ഞാൻ രക്ഷപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു യാഗം അഥവാ ഒരു ഉടമ്പടി, ഒരു കവനന്റ്, ഒരു ബെറ്റർ കവനന്റ് എനിക്ക് വേണ്ടിയുണ്ട്. അതാര്? കർത്താവായ യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് യേശു. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളെ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തിന് നന്ദി കരേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്, ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായി തീരുന്നത്. എന്ത് നെക്സ്റ്റ് ഇതിന്റെ പ്രത്യേകത വായിച്ചോട്ടെ. അതിന്റെ 19-ാമത്തെ വാക്യം, അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചോട്ടെ. വേഴ്സ് 15. പ്രൈസ് ഗാഡ്. ഈ പുരോഹിതന് പ്രത്യേകതയുണ്ട്.
ആ പുരോഹിതന്റെ പ്രത്യേകത പറയുന്നു, അഴിഞ്ഞു പോകാത്ത, നോട്ട് പെറിഷിങ്, അഴിഞ്ഞു പോകാത്തതാണ്, അത് നശിച്ചു പോകുന്നില്ല. അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരമാണ്, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലുള്ളവായ വേറെ പുരോഹിതൻ. അഴിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? പഴയ നിയമത്തിലെ പുരോഹിതന്മാർ മരണം നിമിത്തം മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. അവർ മരിച്ചു, അവർ മാറ്റപ്പെട്ടു. എന്നാൽ ഇവിടെ ഒരു പുരോഹിതനെ കുറിച്ച് പറയുന്നു, ഈ പുരോഹിതന്റെ ബെറ്റർ, ഈ പുരോഹിതന്റെ ശ്രേഷ്ഠ എന്ന് പറയുന്നത് നശിക്കാത്തതാ, അഴിഞ്ഞു പോകുന്നില്ല, പേർഷ് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവനാണ് ഇവിടെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. ജീവിക്കുന്ന കർത്താവ്. നിങ്ങൾ മനസ്സിലാക്കണം, അഴിഞ്ഞു പോകാത്തതും ജീവനുള്ള ശക്തിയാൽ. ആ വേർഡ് ശ്രദ്ധിക്കുക, അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരം ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ. അപ്പോൾ ഈ പുരോഹിതന് ഉളവായത് എവിടെ നിന്നാണെന്നറിയാമോ? ജീവന്റെ ശക്തിയാൽ. ജീവന്റെ ശക്തിയാൽ. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ യേശു തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാം. യേശു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ. അതിനുമുമ്പ് എന്ത് ചെയ്തു? യേശു ഈ ഭൂമിയിൽ കടന്നു വന്നു. യേശു മരിക്കേണ്ടതായിട്ട് വന്നു. യേശു മരിച്ച് കിടന്നിട്ട് യേശു എന്ത് ചെയ്തു? യേശു ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ച് എഴുന്നേറ്റു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്, മനുഷ്യനെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ഏത് വിശുദ്ധനെയും ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ ശത്രുവായിരുന്നു മരണമെന്ന് പറയുന്നത്. ഒടുക്കത്തെ ശത്രുവായിട്ടാണ് മരണം വിട്ട് മാറ്റപ്പെടുവാൻ പോകുന്നത്. ഈ മരണം എല്ലാവരെയും ഭയപ്പെടുത്തിയെങ്കിൽ, ഏത് വിശുദ്ധനെയും ഭയപ്പെടുത്തുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, എല്ലാവരും അതിന് അടിമപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, എന്റെ അടിമനാഥനാകുന്ന യേശു എഴുന്നേറ്റത് ഈ മരണത്തെ ജയിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. ജീവന്റെ ശക്തിയാൽ എഴുന്നേറ്റൊരു പുരോഹിതൻ, ജീവന്റെ ശക്തിയാൽ, പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ എഴുന്നേറ്റ പുരോഹിതൻ. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് ആ ഒരു കഴിവ് പറയുവാനില്ല, ആ ഒരു ശ്രേഷ്ഠത പറയുവാനില്ല എങ്കിൽ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവൻ ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ ശക്തനാണ്. He is mighty. He is mighty. അവൻ നശിച്ചു പോകാത്തതാണോ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? അവന് മാറ്റം വരുന്നില്ല, അൺചേഞ്ചിങ്. ജീവന്റെ ശക്തി ഉളവായതാണോ? അവൻ ശക്തനാണോ? വലിയ ശത്രുവിനെ തോൽപ്പിച്ച് ജയമെടുത്ത അടിമനാഥനാകുന്ന യേശു ഇന്ന് സ്വർഗ്ഗത്തിൽ പിതാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നുവെന്നാണ് ഇവിടെ ലേഖനകർത്താവ് വെളിപ്പെടുത്തുന്നത്. എന്താ പറയാനുള്ളത്? അഹരോന്റെ ക്രമപ്രകാരമുള്ള ക്രമപ്രകാരമല്ല ഇത്, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. അഹരോന്റെ ക്രമത്തിന് അതിന്റെ ബലഹീനത പറയുവാൻ സാധിക്കുമെങ്കിലും, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരത്തിന് അതിന്റെ ബലഹീനതയല്ല പറയുവാനുള്ളത്, മറിച്ച് അതിന്റെ ശക്തിയാ പറയുവാനുള്ളത്. എന്താണ് അഹരോന്റെ ക്രമത്തിന് സാധിക്കാഞ്ഞത്? അതാണ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം സാധിച്ചത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അഹരോന്റെ ക്രമത്തിന് സാധിക്കാത്തത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം സാധ്യമായി തീർന്നുവെങ്കിൽ, ഒന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ്, അഹരോന്റെ ക്രമത്തിൽ ഇല്ലാത്തത് അഹരോന്റെ ക്രമത്തിൽ ഉണ്ടായിരുന്നത് മൽക്കിസദേക്കിന്റെ ക്രമത്തിലില്ല. പാടെ ഒരു വലിയ മാറ്റമാണ് വരുത്തിയത്. രണ്ടും തമ്മിൽ ഒരു വലിയ അന്തരമാണ്. രണ്ടും തമ്മിൽ ഒരു സാമ്യമില്ല. രണ്ടും തമ്മിൽ യാതൊരു മാറിക്കുന്ന അടുപ്പത്തിനും സാധ്യമല്ല. രണ്ടും വ്യത്യസ്തമായിരിക്കണമെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്, സ്വർഗ്ഗത്തില് ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം വഹിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടുള്ള ഗുണമെന്നെ. അതുകൊണ്ടുള്ള ഗുണമാണ് അവസാനമായിട്ട് പറയുന്നത്. അവസാനം ആ വേർഡ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന പ്രകാരമാണ്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് സദാ പക്ഷപാതം ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ! അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനാണ്. പ്രിയപ്പെട്ട, uttermost, save the uttermost, അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണിയിൽ രക്ഷപ്പെടുവാൻ സാധിക്കുമെങ്കിൽ രക്ഷപ്പെടുത്തുവാൻ ഈ കർത്താവിന് സാധിക്കുമെന്ന്
വേറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുകയുന്ന ഒരവസ്ഥയാണെങ്കിലും അതിൽ നിന്ന് കത്തിക്കുവാൻ ഈ യേശുവിന് സാധിക്കുമെന്നോ? പുകയുന്നത് ഇനി രക്ഷപ്പെടുവാൻ സാധ്യമല്ലെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ, രക്ഷപ്പെടുവാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ, ഈ അടിമരക്ഷിതാവായ യേശു പറയുന്നു, കുഞ്ഞെ, നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയാട്ട്, ഇനിയും രക്ഷപ്പെടുവാൻ സാധ്യമെന്ന് ലോകം വിധി എഴുതിയിരിക്കുമ്പോൾ, ഇനി പറ്റത്തില്ലെന്ന് ലോകം പറയുമ്പോൾ, ചുറ്റുപാടുകൾ അത് വിവരിച്ച് പറയുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിനൊന്ന് പറയുവാൻ സാധ്യതയുണ്ട്. കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒരു പുരോഹിതൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് നിൽപ്പുണ്ട്. അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഇന്ന് രാത്രി ദൈവജനം, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒന്നും മറന്നു കളയരുത്. എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ, ഭാഗികമായിട്ടല്ല, കംപ്ലീറ്റ്നസ്. ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ എന്നെ രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. എന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവാണ്. എന്നെ തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല. എന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു കർത്താവല്ല. പകരം എന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. രക്ഷിക്കണം, എന്തോ വേണം? അവിടെ പറയുന്നൊരു വേർഡ് ഇതാണ്, അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം വഹിക്കുന്നവനാ. എപ്പോൾ? സദാ. എനിക്ക് വേണ്ടി അവൻ പക്ഷപാതം വഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എനിക്ക് വേണ്ടി അവൻ മധ്യസ്ഥ വഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായത്. എന്തുകൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ മധ്യസ്ഥ വഹിക്കണമെങ്കിൽ എന്ത് വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശു വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നുവെങ്കിലും, മധ്യസ്ഥ വഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേദപുസ്തകം പറയുന്നു, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക്. അപ്പോൾ എന്ത് വേണം? കർത്താവായ യേശുവിനോടുകൂടെ നടക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്, ഇവിടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മെ രക്ഷിക്കണമെങ്കിൽ വേദപുസ്തകം പറയുന്നു, നാം നമ്മുടെ പാപം അവനോട് ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ സകല പാപവും ക്ഷമിക്കും. ക്ഷമിക്കണമെന്ന് എന്താ വേണം? ഏറ്റുപറയണം. കർത്താവായ യേശുവിനോട് എൻ്റെ ബലഹീനത ഞാൻ ഏറ്റുപറയുമ്പോൾ, യേശുവിനോട് എൻ്റെ പാപം ഞാൻ ഏറ്റുപറയുമ്പോൾ, വിട്ടുമാറുവാൻ സാധിക്കാത്ത അടിമത്വത്തിൽ ഞാൻ കിടക്കുന്നത് എൻ്റെ യേശുവിനോട് ഞാൻ ഏറ്റുപറയുമ്പോൾ, അവിടെയാണ് യേശുവിനെ രക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു കേസുമില്ല. കർത്താവ് പക്ഷപാതം വഹിച്ച് എന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നവനാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് വേണം, ഞാൻ എൻ്റെ പാപം കർത്താവിനോട് ഏറ്റുപറയാനുള്ള മനസ്സൊരുക്കം ഉണ്ടാകണം. കർത്താവിനോട് എൻ്റെ പാപം ഞാൻ പറയുന്നില്ല എങ്കിൽ എനിക്ക് കർത്താവിനെ കൊണ്ട് ആവശ്യമില്ല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പാപത്തെ വേണ്ടി മധ്യസ്ഥ വഹിക്കത്തില്ല. എന്നാൽ എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ അവൻ പക്ഷപാതം ചെയ്യുന്നത്? പിതാവേ, ഇവർ ഇന്നതെന്ന് അറിയായികൊണ്ട്, ഇവർ ചെയ്തത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. കർത്താവായ യേശു എന്താ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ പോകും? പിതാവിനോട് മധ്യസ്ഥ വഹിക്കുന്നത്, കർത്താവേ, അവൻ പാപം ചെയ്തു, ആ പാപത്തിന് വേണ്ടി ഞാൻ ക്രൂശിക്കപ്പെട്ടു, അതുകൊണ്ട് അവനെ വിടുവിക്കണം. പാപത്തിന് ശമ്പളം മരണമാണ്. ആ മരണത്തിന് ഞാൻ മരിക്കേണ്ടവനാകുന്ന സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായിട്ട് മറ്റൊരാൾ മരിച്ചിട്ട് പറയുകയാണ്, അവരെ ഒന്ന് വിടുവിക്കണമേ എന്ന്, അവരെ അവിടെ നിന്ന് മാറ്റണമേ എന്ന്. എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനം എനിക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ മരണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാനായിട്ട് കാരണമായി തീർന്നു. ഇതാ അവിടെ നടക്കുന്ന മധ്യസ്ഥത. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരൊറ്റ കാര്യത്തിൽ, പാപത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നത്. ഞാനും നിങ്ങളും ആത്മീയമായിട്ട് കർത്താവിന് വേണ്ടി കത്തിജ്വലിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവത്തിന് പർപ്പസ് ഉണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നെ നിങ്ങൾ ജ്വലിപ്പിക്കുക. ദൈവത്തിൽ നിന്ന് മാത്രമാണ് സകല നന്മകളും കടന്നു വരുന്നത്. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയർത്തുന്ന പിതാവിന്റെ അടുക്കൽ നിന്ന് കടന്നു വരുന്നുവെങ്കിൽ ദാനിയേൽ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ആ പ്രാർത്ഥന കടന്നു വന്നു. സ്വർഗത്തിലെ ദൈവം കടന്നു വന്ന് ദാവീദിനെ അനുഗ്രഹിച്ചു. ദാനിയേലിനെ അനുഗ്രഹിക്കുവാൻ കാരണമായി തീർന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും
നമ്മൾ ഒരു നെഗറ്റീവായിരിക്കുന്ന ആസ്പെക്റ്റിന് മാത്രമല്ല എനിക്കും നിങ്ങൾക്കും യേശുവിനെ കൊണ്ട് ആവശ്യമുള്ളത്. എൻ്റെ പോസിറ്റീവ്, എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഓരോ വളർച്ചകളും എൻ്റെ കർത്താവില്ലാതെ നടക്കത്തില്ല, എൻ്റെ യേശുവിനെ കൃപയില്ലാതെ നടക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മ നൽകും. ആരാ കൊടുക്കുന്നത്? യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഞാൻ പിതാവിനോട് ചോദിച്ച് ആ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു തരും. പ്രിയപ്പെട്ടത്, എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകൾ, എൻ്റെയും നിങ്ങളുടെ ആത്മീയത്തിൽ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത്. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ ആയിത്തീരുവാൻ ഇടയായിത്തീരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ യേശു എന്ത് ചെയ്യുന്നു? എൻ്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ A-Z എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എന്നെ പൂർണ്ണനായി നിർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ കർത്താവ് ചെയ്യുക. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുക. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ സദാ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ. അപ്പോൾ പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് ജീവിക്കുന്നവനാണ്. മരിച്ചിട്ട് മറ്റൊരാൾ കടന്നു വന്ന ആ സ്ഥാനം ഏൽക്കുന്നവനല്ലേ, അവൻ സ്ഥിരമായിട്ടുണ്ട്. അവന് മാറ്റമില്ല, മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ലേ. പ്രിയപ്പെട്ട, ഇപ്രാരമുള്ള ഒരു യേശുവാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്നെയും നിങ്ങളെയും പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ശക്തനാ. ഇന്ന് രാത്രി ഈ വചനങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെയും നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ശക്തൻ. നമ്മുടെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, പുകയുന്ന തിരിപോലും കെടുത്തിക്കളയാത്തൊരു നല്ല കർത്താവ് ഞാൻ നിങ്ങളെ മാനിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നെ നിങ്ങളെ മാനിച്ച് ഉയർത്തുവാൻ ആഗ്രഹിച്ച സ്വർഗ്ഗസ്ഥ പിതാവ് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ധൈര്യമായിട്ട് എൻ്റെ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു നിന്ന് അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടോ.